അതിന്റെ അതിപരിശമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിന് ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 90-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പല ആവർത്തികളും പല പ്രാവശ്യങ്ങളൊക്കെ നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽ വീണ്ടും ആ ഭാഗത്തുനിന്ന് നാം ദൈവത്തിന് ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. 90-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് നിത്യനായ ദൈവവും ക്ഷണികനായ മനുഷ്യനും എന്നുള്ളതാണ് ഇതിന്റെ പ്രതിപാദ്യ വിഷയം. തുടർന്ന് താഴോട്ട് വരുമ്പോൾ 90-10 വായിക്കും. മനുഷ്യന്റെ ആയുസ് 70 ഏറെയായ 80 എന്ന് പറഞ്ഞിട്ട് 90-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാളുകളെ എണ്ണുക എന്നാണ്. 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് ഭാവി നന്മയ്ക്ക് വേണ്ടിയുള്ള മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. രക്തം ചെയ്യാം പ്രതീക്ഷയോ. ഞാനതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. ഞാൻ അനവധി പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അല്ലേ, നമ്മൾ ചെറിയൊരു ചിന്തകൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം തങ്ങളിൽ നിന്നും അകന്നു പോയ ദൈവത്തോട് മടങ്ങി വരുവാൻ മോശ നിലവിളിക്കുക. ഇസ്രായേലിന്റെ പാപം മുഖാന്തരം ഇസ്രായേലിൽ നിന്ന് അകന്നു പോയ ദൈവത്തോട് തങ്ങളിലേക്ക് മടങ്ങി വരുവാൻ, അടുത്തു വരുവാൻ നിലവിളിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥന. അല്ലേരിയ ദൈവത്താൽ തൃപ്തരാക്കപ്പെടുവാൻ അവൻ അപേക്ഷിക്കുകയാണ്. ദൈവത്താൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി മോശ പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ നകന്നു പോയ ദൈവത്തോട് അടുത്തു വരുവാൻ നാം പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവത്തിൽ നിന്ന് മാത്രമേ തൃപ്തനാകാൻ കഴിയുള്ളൂ. അല്ലേരിയ സന്തോഷവും സമാധാനവും നാം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല, നിന്റെ ദാസന്മാരെ ആദരിക്കണമെന്ന് മോശ പറയുമ്പോൾ ക്രിസ്തു നമ്മെ പുത്രന്മാരാക്കിക്കൊണ്ട് അല്ലേരിയ നാം ധന്യരാണെന്ന് പറയാം. പാപം ചെയ്ത ഇസ്രായേൽ മോശ പറയുക, ഇവരെ നിന്റെ ദാസന്മാരാകണം. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു നമ്മെ പുത്രന്മാരാക്കിയിട്ട് നമ്മെ ധന്യരെന്ന് പറയുക. യഹോവ നമ്മിൽ പ്രസാദിക്കുവാൻ ഇടവരത്തക്ക വിധം ജീവിക്കുവാൻ നമുക്കിടയാകണം. കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ പ്രസാദിക്കുവാൻ കഴിയുന്ന നിലയിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കണം. അല്ലേരിയ നമ്മുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്ന നമ്മുടെ കർത്താവ് നമുക്ക് പ്രതിഫലവും തരുന്നവനാണെന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ പ്രതിഫലത്തിന് കാരണമാകുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുമെന്ന് ശ്രോതാവേ, നിങ്ങൾ ദൈവത്തോട് അടുത്താണോ വസിക്കുന്നത്, അതോ ദൈവം നിങ്ങൾ അകന്നുപോയോ? നിങ്ങൾ ദൈവത്തിന് അകന്നുപോയോ? ദൈവത്താൽ തൃപ്തനാക്കപ്പെടേണ്ട നിങ്ങൾ ദൈവത്തിന് അകന്നുപോയി സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്ത് പരിശോധിച്ച് നിങ്ങൾ ദൈവസന്നിധിക്ക് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന സകല അനുഗ്രഹത്താലും നിറയപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ഓർമ്മിക്കുക. അല്ലേരി ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും സുഖങ്ങൾക്കും അനുസരിച്ച് നാം ദൈവത്തെ വിട്ട് മാറിപ്പോയാൽ അത് നമ്മുടെ ജീവിതം പരാജയമാണ്. നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, വെല്ലുവിളികൾ കടന്നു വരാം, പരിശോധനകളും പരീക്ഷകളും കടന്നു വരാം. അല്ലേരിയ നീ ഏതെല്ലാം കഠിനമായ ശോധനയുടെ കടന്നുപോയാലും ദൈവത്തെ വിട്ടു പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുക. രക്തം ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ പറയുന്ന ദൂത്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിന്ന പലരും ഈ ലോകത്തിന്റെ സുഖങ്ങൾ അന്വേഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അല്ലേലിയ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ അല്ലേലിയ ദൈവാത്മാവ് ആഗ്രഹിക്കുക. അതുപോലെ തന്നെ നമ്മൾ അകന്നുപോയ ദൈവത്തെ നമ്മളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ഒരു സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഉള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അപ്പം മോശ പറയുന്നത്, നിന്റെ ജനത്തെ ദാസന്മാരാക്കി മാറ്റണം. അപ്പോൾ തന്നെ പുതിയ നിയമം പഠിക്കുമ്പോൾ
യേശു ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്ത് അല്ലേലിയ ആമെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി, അല്ലേലിയ ദൈവം നമ്മെ തന്റെ മക്കളാക്കി മാറ്റി, അവകാശികളാക്കി മാറ്റി, പുത്രന്മാരാക്കി മാറ്റി. അല്ലേലിയ നമുക്കേറെ പ്രശംസിക്കുവാനുണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ. ഒരു കാലഘട്ടത്തിൽ ലോകത്തിന് പോലും നമ്മെ വേണ്ടാതിരുന്നു, ലോകക്കാർക്ക് പോലും നമ്മെ ഇഷ്ടമില്ലായിരുന്നു. നമ്മുടെ ജീവിത രീതി കൊണ്ട്, നമ്മുടെ ജീവിത ശൈലി കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് ആമീൻ ജനം പോലും നമ്മെ പരിഹസിച്ച് മാറ്റി നിർത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമുക്ക്. അല്ലേലിയ നമ്മുടെ കഴിഞ്ഞ കാല ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ ഇന്ന് എന്റെയും നിങ്ങളെ അവസ്ഥ ഞാനും നിങ്ങൾ മനസ്സിലാക്കിയാൽ എത്രമാത്രം നന്മകളാണ് നാം ദൈവത്തിന് അനുഭവിക്കുന്നത്, എത്രമാത്രം സമാധാനമാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ് നമുക്കുള്ളത്. മാത്രമല്ല ദൈവരാജ്യത്തിന്റെ അവകാശിയാണെന്നുള്ള ബോധ്യം നമുക്കുള്ളത്, നാം പുത്രന്മാരാണ്, അവകാശിയാണെന്നുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ മാറി, ശാപങ്ങൾ മാറി, അല്ലെങ്കിൽ നമ്മുടെ നിന്ദകളും അപമാനങ്ങളും മാറി. അതുകൊണ്ട് തന്നെ മോശ പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. അതെ, ഓരോ ഭക്തനും പ്രാർത്ഥിക്കരുത്, ഓരോ ഭക്തനും ആ വാക്ക് പറയണേ, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസാദം നമ്മുടെ മേൽ ഇരുന്നാൽ, നമ്മുടെ മേലുണ്ടെങ്കിൽ നീ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകുകയില്ല. നിന്റെ ജീവിതം ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുകയാണ്. അപ്പൊ 90-ാം സങ്കീർത്തനവും അല്ലെങ്കിൽ 91-ാം സങ്കീർത്തനവും ഭക്തനായ മോശ എഴുതിയവയാകും നമ്മൾ വായിക്കാൻ കഴിയും. 90-ാം സങ്കീർത്തനത്തിന്റെ അന്ത്യവചനമാകുന്ന 17-ാം വചനത്തിൽ നമുക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന കഴിക്കുക മോശ. ആ വാക്യത്തിലൂടെ നമുക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. അപ്പൊ ഇതിലുള്ള പ്രസാദം എന്ന വാക്ക് ഹല്ലേലൂയ ആംഗ്ലേയ ഭാഷയിൽ സൗന്ദര്യം എന്നാണ്. ഹല്ലേലൂയ. ഇതിൽ ഹല്ലേലൂയ സ്തോത്രം, ആമേ സ്തോത്രം. പ്രസാദം എന്നുള്ളത് ആംഗ്ലേയ ഭാഷയിൽ സൗന്ദര്യം എന്നാണ് ഹല്ലേലൂയ തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആമേ സ്തോത്രം ഗ്രീക്ക് ഭാഷയിൽ ആ വാക്കിന് പ്രകാശം എന്ന അർത്ഥത്തിലാണ് കാണുന്നത്. ഗ്രീക്കില് അതിനെ പ്രകാശം എന്ന കാണുന്നത്. ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ വാക്കും നമ്മളുമായിട്ട് എത്ര താരതമ്യം, എത്രമാത്രം അടുപ്പമാണ്. അല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദം നമ്മളിൽ വന്നതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഇരുളുകൾ മാറിപ്പോയത്. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു ക്രിസ്തുവിന്റെ പ്രസാദം നിങ്ങളുടെ മേൽ വന്നതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിലെ, നിന്റെ കുടുംബത്തിലെ, നിന്റെ തലമുറയിലെ, നിന്റെ അല്ലേലൂയ ആമീൻ ഇതിന്റെ നന്മയ്ക്കകത്ത എല്ലാ ഇരുളുകൾ മാറിപ്പോയത്. ഉയരുവാൻ കഴിയാതെ, ഉയർത്തപ്പെടുവാൻ കഴിയാതെ എവിടെയൊക്കെയോ അടിച്ചമർത്തപ്പെട്ട് കിടന്നൊരു കാലഘട്ടം, പലരാലും നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് നീ തള്ളപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. അല്ലെങ്കിൽ നിന്നെ കാണുന്നവർ മാറിപ്പോയ സന്ദർഭമുണ്ട്. നിന്നെ കാണുന്നവർ നിനക്കെതിരെ കമന്റ് പറഞ്ഞ് തലകുലുക്കി നിന്നെ കാണാതെ പോയ സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നെ ലോകം കാണാതെ പോയപ്പോൾ, നിന്റെ ഉറ്റവരും ഉടയരും ബന്ധുമിത്രാദികളും നിന്റെ സഹപ്രവർത്തകർ നിന്നെ കാണാതെ പോയപ്പോൾ നിന്നെ ചേർത്ത് പിടിച്ചത് യേശുവാണ്. രക്തം ജയം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമുക്ക് പ്രത്യാശിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ പറയേണ്ടതാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, ഒരു ദിവസം മോശ എന്ന ഭക്തൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരയണമേ എന്നപേക്ഷിച്ചു. മോശയുടെ വലിയ ആഗ്രഹമാണ്. പക്ഷെ നമുക്കും ആഗ്രഹം ഉണ്ടാകണം കേട്ടോ. മോശയുടെ ആഗ്രഹം ഉണ്ടായത്, യഹോവയെ ദൈവത്തോടെ നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണം. ഹല്ലേലൂയ. നാം ഈ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട് സ്തോത്രം, അപ്പോൾ അല്ലെങ്കിൽ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരയണമേ എന്നപേക്ഷിച്ചു. കാരണം മോശയുടെ ആഗ്രഹം വലുതാ. നമുക്കും അങ്ങനെയുള്ള ആഗ്രഹം വേണം. ദൈവത്തിന്റെ തേജസ് ഒന്ന് കാണുവാൻ, ദൈവത്തിന്റെ മുഖമൊന്ന് കാണുവാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ, മോശയെ ആമേൻ അനുഗ്രഹിച്ച ദൈവം, മോശയോട് ഇടപെട്ട ദൈവം ഹല്ലേലൂയ നമ്മുടെ ആത്മജീവിതത്തിലും നമുക്കും വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പം കർത്താവ് കൃപയായി തന്റെ തേജസ്സിനെ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. മോശയെ അപേക്ഷിച്ചു, കർത്താവ്
കൃപയായിട്ട് എന്ത് ചെയ്തു? മോശയ്ക്ക് ദൈവ തേജസ്സിനെ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ആമേ, സ്തോത്രം, ഹല്ലേലൂയ. മാത്രമല്ല, മോശ സീനായി പർവ്വതത്തിൽ കയറി 40 ദിവസം ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചുവെന്ന് ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 34 അധ്യായം 29-30 വാക്യങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം മോശ സീനായി പർവ്വതത്തിൽ 40 ദിവസം ഇരുന്ന് ദൈവത്തോട് ചേർന്ന് വാസം ചെയ്തപ്പോൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മോശയുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ? മോശയെ പോലെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? എനിക്കുമുണ്ടോ എന്ന് ഞാൻ നിങ്ങളും പരിശോധിച്ച് നോക്കണം. അല്ലേരി, ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. ഇത് അധികം നാൾ നിൽക്കത്തില്ല. ഏത് സമയത്തും നമ്മൾ പോകും, ഏത് സമയത്തും മാറിക്കൊടുക്കേണ്ടവരാണ്. പക്ഷെ ജീവിക്കുന്ന കാലം ഒരു ദിവസമേ ഉള്ളെങ്കിലും ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. മോശ പറഞ്ഞതുപോലെ നിന്റെ മുഖത്തിന്റെ തേജസ് ഒന്ന് കാണിച്ചു തരണം ആഗ്രഹം. അല്ലേരി, അങ്ങനെ പ്രാർത്ഥിച്ച ഭക്തനെ ദൈവം തന്റെ മുഖത്തിന്റെ തേജസ് കാണിച്ചു കൊടുത്തുവെന്ന് ആമീൻ വിശുദ്ധ തിരുവെഴുത്ത് കാണുന്നുണ്ട്. തിരിഞ്ഞു വായിക്കുമ്പോൾ കാണുന്നതുണ്ട്. ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമീൻ, സ്തോത്രം. അതിന് അവൻ, ഞാൻ നിന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ അമിരലിയെ കൽപ്പിച്ചു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ, സ്തോത്രം, 33 അധ്യായം ഹല്ലേലൂയ 19 വാക്യം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ട് വായിച്ചവരും കാണുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ കാണുന്നത്, ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലം ഉണ്ട്. ഹല്ലേലൂയ, അവിടെ ഒരു പാറമേ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് നിന്റെ മുഖം മറയ്ക്കും. പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. ഹല്ലേലൂയ. മോശയുടെ ആഗ്രഹത്തെ ദൈവം സാധിച്ചു എന്ന് നമുക്ക് തുടർന്നൊക്കെ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തു നിന്ന് പറയുന്ന വചനം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ലഭിച്ച ജീവിതം ലോകത്തിന് വേണ്ടി ജീവിക്കരുത്, ലോകക്കാർക്ക് വേണ്ടി ജീവിക്കരുത്, നമുക്ക് വേണ്ടി ജീവിക്കണം. മാത്രമല്ല, നാം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ദൈവത്തിന് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആലോചന പ്രാപിച്ചുകൊണ്ട് ദൈവാലോചനയ്ക്ക് നടക്കണം, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ പ്രഭാതത്തിൽ ഇന്നൊരു നല്ല കത്രദിനമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. ഒരാഴ്ച മുഴുവൻ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും നൊമ്പരങ്ങളും ആമി കണ്ണുനീരും ഒക്കെ ഉണ്ടായിരുന്നു. കഠിനമായ ശോധനകളും പരീക്ഷകളും കടന്നു വന്നു, മാറാ രോഗത്തിലൂടെ കടന്നുപോയി, സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. അങ്ങനെ നിങ്ങൾ വിവിധ പരീക്ഷകളിലൂടെ കടന്നുപോയി. ഇന്ന് രാവിലെ നിങ്ങൾ സഭായോഗത്തിന് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. അല്ലേ, ആ ആഗ്രഹത്തോടെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ദൈവത്തിന്റെ ആമേലിന്റെ പ്രസാദം നിങ്ങൾ വാങ്ങി ഏറ്റു തിരിച്ചു പോകണം. നിങ്ങൾ അതുമായിട്ടേ മടങ്ങാവുള്ളൂ. നിങ്ങൾ ഒരിക്കലും നിരാശരായി മടങ്ങരുത്. നിങ്ങളൊരു സഭായോഗത്തിന് വന്നിട്ട് ഒരു സഭായോഗം കൂടിയിട്ട് ഒരിക്കലും നിങ്ങൾ കണ്ണുനീരോടെ ദുഃഖത്തോടെ മടങ്ങരുത്. നിങ്ങൾ ദൈവിക സന്നിധിയിൽ സന്തോഷം പ്രാപിച്ച് മടങ്ങുന്നവരായിരിക്കണം. ആരാധനയിലെ മുഴുവൻ സന്തോഷവും പ്രാപിച്ച് വചനം ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വചനം ഏറ്റെടുത്ത് ആ വചനത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ദൂതുകളെല്ലാം നിങ്ങൾ സ്തോത്രത്തോടെ സ്വീകരിച്ച് ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവത്തിന് വചനം കാണാൻ കഴിയുന്നത്. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം വചനം വായിക്കും. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ കേട്ടോ. ഒരു മിഷണറി ഹല്ലേലൂയ കാട്ടിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആമയും ഭയങ്കരനായ ഒരു കൊള്ളത്തലവനെ കണ്ടുമുട്ടി. ഒരു ഭയങ്കരനായ കൊള്ളത്തലവനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ സ്തോത്രം. അവൻ ആ മിഷണറിയെ നോക്കിയിട്ട് പറഞ്ഞു, സാറേ, ഞങ്ങൾക്കൊരിക്കലും ക്രൈസ്തവർക്ക് ദോഷം ചെയ്യാറില്ല. ആ വലിയ കൊള്ളത്തലവൻ മിഷണറി നോക്കിയിട്ട് പറയാം, ഞങ്ങൾ ഒരിക്കലും ക്രൈസ്തവർക്ക് ദോഷം ചെയ്യാറില്ല. ഹല്ലേലൂയ. നിങ്ങളെ കൊള്ളയടിക്കാറുമില്ല, നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ ഉപദ്രവിക്കാറുമില്ല.
അപ്പം അവരെ അത് ദൂരത്തിൽ വെച്ച് കാണുമ്പോൾ തന്നെ ഞങ്ങൾ വഴിമാറി കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ കൊള്ളക്കാരൻ പറയാ, നിങ്ങളെ ദൂരത്ത് വെച്ച് കാണുമ്പോൾ തന്നെ ഞങ്ങൾ വഴിമാറി തരും, നിങ്ങളെ ഉപദ്രവിക്കത്തില്ല, കൊള്ളയടിക്കത്തില്ല, ഞങ്ങൾ നിങ്ങളെ വേട്ടയാടി പിടിക്കത്തില്ല എന്നൊക്കെ ഈ മിഷണറിയോട് പറഞ്ഞപ്പോൾ മിഷണറിക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി. രക്തം ചെയ്യാം ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. മിഷണറിക്ക് വലിയ ആശ്ചര്യം തോന്നി. ഒരു മനുഷ്യനെ മിഷണറി എന്ന് എപ്രകാരം മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, യഥാർത്ഥ ക്രൈസ്തവരുടെ മുഖത്തിൽ എപ്പോഴും പ്രകാശവും ആനന്ദവും ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. ഈ മിഷണറി കൊള്ളക്കാരനോട് ചോദിച്ചു, ഒരു ക്രൈസ്തവനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? അപ്പം കൊള്ളക്കാരൻ പറയാ, യഥാർത്ഥ ക്രൈസ്തവന്റെ മുഖത്ത് യഥാർത്ഥ ക്രൈസ്തവന്റെ മുഖത്ത് പ്രകാശവും ആനന്ദവും ഉണ്ടായിരിക്കും. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അവർ ക്രൈസ്തവരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. അവർ ദൈവത്തിന്റെ മക്കളാണ്, സമാധാന പുരുഷരാണ്, കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ജീവന്റെ വചനത്തിനും പങ്കാളികളാണ് അവർ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉന്നതരാണ്, അല്ലെങ്കിൽ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഈ കൊള്ളത്തലവൻ പറഞ്ഞു. അല്ലേരിയ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ യഥാർത്ഥമായിട്ട് ദൈവസ്ഥനിൽ നിൽക്കുകയാണെങ്കിൽ, രക്തം ചെയ്യും, യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ, ശത്രു നിന്നെ ദൂരത്ത് വെച്ച് കാണുമ്പോൾ തന്നെ, നിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അവർ മനസ്സിലാകും നീ യഥാർത്ഥ ഒരു ഭക്തരാണെന്ന്. രക്തം ചെയ്യും അല്ലേരി. അതിന് വേണ്ടിയതെന്താണ്? പ്രാർത്ഥനയാണ്, ആരാധനയാണ്, ഉപവാസമാണ്, സ്തുതിയാണ്, ദൈവത്തോട് ചേർന്നോട് ഇരിക്കുന്നതാണ്, വചനം വായിക്കുന്നതാണ്, ധ്യാനിക്കുന്നതാണ്, ദൈവശബ്ദം കേൾക്കുന്നതാണ് നിങ്ങളുടെ മുഖത്ത് ദൈവിക പ്രസാദം വരാൻ കാരണമാകുന്നത്. രക്തം ചെയ്യും അല്ലേരി. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ശ്രുതികളില്ല, സന്തോഷമില്ല, ദൈവിക സമാധാനമില്ല. അവർ അല്ലെങ്കിൽ ഞായറാഴ്ച ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സമയം അതുപോലും കൊടുക്കാതെ ഞായറാഴ്ചകളിൽ പോലും കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റാൻ വേണ്ടി നടക്കുന്നവരാണ്. എത്രമാത്രം നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമാണ്. രക്തം ചെയ്യും അല്ലേ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ കൊടുക്കേണ്ട മഹത്വം നിങ്ങൾ വെട്ടിക്കുറച്ചത് ലോകത്തിന് കൊടുത്താൽ അത് നിങ്ങൾക്ക് നഷ്ടം തന്നെ. ലേലിയ എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നുണ്ട്. യഹോവയെ ദൈവം പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തും വിട്ടുകൊടുക്കുകയില്ലെന്നാണ്. അല്ലേരി. അപ്പം കർത്താവ് പറയുന്നത്, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പറയട്ടെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ, ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾ, ദൈവരാജ്യത്തിന്റെ അവകാശികളായിരിക്കുന്ന ദൈവമക്കൾ ഞായറാഴ്ച എന്നുള്ളത് ഒരു പണിക്കും പോകാതെ, മറ്റൊന്നിനും പോകാതെ, രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ സഭയുടെ ആരാധനക്രമം എപ്പോഴാണ് ആ സമയത്ത് തന്നെ ദൈവസഭയിലെത്തണം. അല്ലേരി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മഹത്വം നീ എടുത്ത് ലോകത്തിന് കൊടുക്കരുത്. കർത്താവിന്റെ മഹത്വം കർത്താവിനെ കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെടും. രക്തം ചെയ്യും അല്ലേരി. അതുകൊണ്ട് നിങ്ങൾ ഞായറാഴ്ചകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അല്ലേരി. മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ജോലിയിലും വളരെ സാമ്പത്തിക ഞെരുക്കത്തിലും ഒക്കെയാണ്. എന്നാൽ അല്ലയ്യ, അതുകൊണ്ട് എല്ലാ വീടുകളിലുള്ളവരെല്ലാം ജോലിക്കാരായി മാറി. എന്നാലും നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞായറാഴ്ച എന്നുള്ളത് നീ ദൈവത്തിന് മാറ്റി വെക്കണം. അല്ലേലൂയ. ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദിവസമാണ്, ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ്, ദൈവത്തെ സ്തുതിക്കുന്ന ദിവസമാണ്, നാം ദൈവവചനം കേൾക്കുന്ന ദിവസമാണ്, നമ്മൾ ആരാധന ജീവിതത്തെ പുതുക്കുന്ന, നമ്മുടെ ജീവിതത്തെ പുതുക്കുന്ന, പുതിയ ദൂതുകൾ ഏറ്റെടുക്കുന്ന, പുതിയ അനുഗ്രഹം പ്രാപിക്കുന്ന, പുതിയ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന, പുതിയ ദർശനങ്ങൾ വെളിപ്പാടുകൾ കൊണ്ട് നിറയപ്പെടുന്ന, പുത്തൻ അഭിഷേകം ലഭ്യമാകുന്ന, നിയോഗം കിട്ടുന്ന ദിവസമാണ് കർത്തൃദിനത്തിലെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനെ നീ നഷ്ടപ്പെടുത്തിയിട്ട് ലോകത്തിലേക്ക് പോകരുത്. അത് മോശ പറഞ്ഞ പോലെ, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കുടുംബകാര്യമൊക്കെ ക്രമീകരിച്ച് സമയത്തിന് തന്നെ ആരാധനയിലെത്തണം. സമയത്തിന് തന്നെ. ഹല്ലേലൂയ. ആരാധന പകുതിയാകുമ്പോഴല്ല, ആരാധനയുടെ ആശീർവാദ സമയത്ത് വരാനല്ല, വന്ന് ആരാധനയുടെ ആരംഭം തൊട്ട് ആശീർവാദം പറഞ്ഞ് കഴിയുന്നിടം വരെയും ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ വിവരിക്കുന്നില്ല. നിങ്ങളെ ശോധന ചെയ്ത് നിങ്ങളെ ക്രമീകരിച്ചാൽ അനുഗ്രഹം കൊണ്ടായിരിക്കും.
അല്ലേരി. അപ്പം വീണ്ടും ദൈവത്തിന് പറയും. അപ്പൊ ഈ മിഷണറിക്ക് മനസ്സിലായി ആമേലധികം ഈ ക്രൈസ്തവന്റെ മുഖത്ത് യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടെന്ന്. അല്ലേരി. വീണ്ടും നാം ദൈവത്തിന് വചനമായി ക്രൈസ്തവരുടെ ഹൃദയത്തിൽ മഹത്വത്തിന്റെ രാജാവ് വസിക്കുന്നതിനാൽ അവരുടെ ഉള്ളിലെ സൗന്ദര്യം മുഖത്ത് കാണാൻ കഴിയും. അല്ലേരിയ. ഒരു ഭക്തന്റെ, ഒരു വിശ്വാസിയുടെ അല്ലേലിയ സ്തോത്രം, അല്ലേലിയ ഉള്ളിൽ, ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അഥവാ മഹത്വത്തിന്റെ രാജാവ് വസിക്കുന്നത് കൊണ്ട് ആ മനുഷ്യന്റെ ഉള്ളിലെ സൗന്ദര്യം മുഖത്ത് കാണാൻ കഴിയും. അല്ലേലിയ. ആ ദൈവത്തിന്റെ തേജസ് അവന്റെ മുഖത്ത് പ്രകടമാകും. അല്ലേലിയ. അകത്ത് മഹത്വത്തിന്റെ രാജാവ് ഉണ്ടായിരുന്നാൽ മുഖം പ്രസാദിക്കാതിരിക്കുകയില്ല. അല്ലേലിയ. നമ്മുടെ അകത്ത് മഹത്വത്തിന്റെ രാജാവ് ഉണ്ടായിരുന്നാൽ നമ്മുടെ മുഖം പ്രസാദിക്കാതിരിക്കത്തില്ല. അല്ലേലൂയ സ്തോത്രം. അത് എന്നെ കേൾക്കുന്ന പ്രീസ്നേഹിതരെ, നീ മഹത്വത്തിന്റെ ആത്മാവിനെ, മഹത്വത്തിന്റെ രാജാവിനെ നിങ്ങൾ സ്നേഹപൂർവ്വം നിങ്ങളിലേക്ക് വിളിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എത്ര കാലമായി നീ കണ്ണുനീരോടെ, വേദനയോടെ, ദുഃഖത്തോടെ, സങ്കടത്തോടെ കഴിഞ്ഞു പോകുന്നു. ജീവിതത്തിൽ എന്നും നിലവിളിക്കുവാൻ മാത്രമേ നീ വിധിച്ചിട്ടുള്ളൂ, നീ പോലും ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ ഇത് പകരം ദൈവത്തിന്റെ ആത്മാവ് പറയും, നിന്റെ സങ്കടങ്ങൾ മാറ്റിത്തരുവാൻ, നിന്റെ ദുഃഖങ്ങൾ മാറ്റിത്തരുവാൻ, നിന്റെ കണ്ണുനീരിനെ മാറ്റിത്തരുവാൻ കർത്താവിന് കഴിയും. ഈ ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നെങ്കിൽ, മഹത്വത്തിന്റെ രാജാവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ക്ഷണിക്കുകയാണെങ്കിൽ, നിന്റെ ഹൃദയ കവാടം തുറന്നു കൊടുത്ത് മഹത്വത്തിന്റെ രാജാവിന്റെ ഉള്ളിൽ പ്രവേശിപ്പാൻ നീ അവസരം കൊടുത്താൽ, മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അല്ലേരി. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേ സങ്കീർത്തനം 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആമേ സങ്കീർത്തനം 24:7 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കും, വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വാതിലുകൾ തല ഉയർത്തട്ടെ. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നാം ഉത്സാഹിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതിന് പല വാതിലുകളും കഥകളും നാം തടസ്സമായി നിൽക്കുന്നു. മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ലോകത്തിലെ പല വാതിലുകളും കഥകളും നമുക്ക് തടസ്സമായി നിൽക്കുന്നു. ഹല്ലേലൂയ. ആ തടസ്സങ്ങളെ നിങ്ങൾ നീക്കുവാൻ തയ്യാറായാൽ മഹത്വത്തിന്റെ രാജാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവിനെ നിങ്ങൾ ഉള്ളിൽ പ്രവേശിക്കുവാൻ കഴിയാതെ നിങ്ങളെ അന്തരാക്കി കൊണ്ടുപോകുന്ന, എള്ളിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ദൈവത്തിന് അകറ്റിക്കളയുന്ന പൈശാചികമായ ശക്തിയുടെ ആലോചനകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് രക്തം ചെയ്യാം. അല്ലേരി. ദൈവത്തോട് ചേർന്ന് നടക്കണം. അല്ലേരി. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:20 വായിച്ച് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ പറയാണ്, അല്ലേരിയ, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അല്ലേരി, ഞാൻ അകത്ത് വരിക, ഞാൻ അവനോടും കൂടെ ഭക്ഷണം കഴിക്കും. അല്ലേരിയ. പത്മോസിന്റെ ഏകാന്തതയിലായിരുന്ന യോഹന്നാന് ഇത്രമാത്രം ഒരു വെളിപ്പാടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്കൊരു നല്ല വെളിപ്പാടുണ്ടായിരിക്കണം. രക്തം ചെയ്യാം. ജീവിതം എന്ന് പറയുന്നത് അത് സന്തോഷിക്കുവാനുള്ളതാണ്. രക്തം ചെയ്യാം. ജീവിതം എന്ന് പറയുന്നത് ആനന്ദിക്കുവാനുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നിറഞ്ഞാസ്വദിക്കുവാൻ കഴിയുന്നതാണ്. അങ്ങനെ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിപ്പാൻ നിങ്ങൾ ഇടം കൊടുക്കണം. അല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നാൽ നിന്റെ അല്ലലുകളെല്ലാം മാറിപ്പോകും. ഇന്ന് പകരം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ കടന്നു പോകുന്ന പ്രതികൂലം എത്ര വലുതായിരുന്നാലും, പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നാലും, നിന്നെ അതിൽ കൈപിടിച്ച് ഉയർത്തുവാൻ എന്റെ കർത്താവിന് കഴിയും. ഇന്നലകളിൽ നീ കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയത്തിന്, ഇന്നലകളിൽ നീ ഉപവസിച്ച വിഷയത്തിന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന് മറുപടി തന്നതിനെ മാനിക്കുവാൻ കഴിയും. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളെ മേൽ ഇരിക്കുമാറാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കഷ്ടങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. നീ രോഗിയാണോ? ഹല്ലേലൂയ. നീ ഏതെങ്കിലും പാപത്തിൽ വീണ് കിടക്കുകയാണോ? ഏതെങ്കിലും ശാപത്തിൽ വീണ് കിടക്കുകയാണോ? ഏതെങ്കിലും കടക്കരയിലാണോ? ഏതെങ്കിലും ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണോ? മുന്നോട്ട് പോകാൻ കഴിയാതെ, ഉയരുവാൻ കഴിയാതെ, തല നിവർത്തുവാൻ കഴിയാതെ ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ, നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ
പ്രവേശിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ വാതിലുകളെ കഥകളെ നീക്കിയിട്ട് ആമീൻ നിന്റെ ഹൃദയവാതിൽ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കണം. ചെയ്യാം അല്ലേ? ജീവിതം തകർക്കുവാനുള്ളതല്ല, ജീവിതം ദൈവത്തിന് കൊടുക്കുവാനുള്ളതാണ്. അല്ലേ? വിടുന്ന ദൈവത്തിന്റെ വചനം വായിക്കൊണ്ട് ഇന്ന് അനേകർ തങ്ങളുടെ മുഖത്തെ ശോഭയോടെ വയ്ക്കുവാൻ വേണ്ടി എത്രയോ പരിശ്രമിക്കുന്നു. പൗഡറുകളും ക്രീമുകളും എന്നിവയെല്ലാം പൂശുന്നു. ചില മനോഹരമായ മുഖം അലിയ വേണമെന്ന ആഗ്രഹത്താൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നു. എന്നാൽ അവരുടെ ഹൃദയം പ്രകാശിക്കുന്നുണ്ടോ? അല്ലേ? പലരും മുഖത്ത് സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാറുണ്ട്. അല്ലേ? എന്നാൽ അവരുടെ ഹൃദയത്തിൽ പ്രകാശമില്ല. അല്ലേ? അവരുടെ ഹൃദയത്തിൽ ആനന്ദമില്ല, അവരുടെ ഹൃദയത്തിൽ സന്തോഷമില്ല. അല്ലേ? ഞാന് ഈ ദൈവോത്തരം പ്രസംഗിച്ചപ്പോ ഇന്നാൾ ഒരാൾ കമന്റ് ഇട്ടു. അല്ലേ? വളരെ അപഹാസ്യമായ രീതിയിൽ പരിഹാസത്തോടെ കമന്റ് ഇട്ടു. ആമെ മുഖത്ത് ഇതെല്ലാം കൂടെ തേച്ചു പിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? എന്നിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ എന്റെ ജീവിതത്തിൽ പൗഡർ ഇടാത്ത ആളാ. എന്റെ ജീവിതത്തിൽ പൗഡർ ഇടത്തില്ല, എണ്ണ പെടാത്ത ആളാ. ലേറി അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വെറും പൊട്ടായ ചിന്താഗതിയാണ്. അല്ലേ? നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ, മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ നിന്റെ അകത്തെ സൗന്ദര്യം നിന്റെ മുഖത്ത് പ്രകടമാകും. ചെയ്യാം. അല്ലേരിയ എന്നെ അടുത്തറിയാവുന്നോട് ചോദിച്ചാൽ അവർ പറയും ഒരിക്കലും പാപ്പച്ചൻ പാസ് പൗഡറിടത്തില്ല, എണ്ണയും തേക്കത്തില്ലെന്ന്. അല്ലേരിയ എന്നെ കേൾക്കുന്ന പ്രിയസഹോദരനേ, നിന്റെ മുഖത്ത് ദൈവ തേജസ് വെളിപ്പെടണം. മോശയുടെ മുഖം ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ടതുപോലെ ഇന്ന് പകൽ നിങ്ങളുടെ മുഖം ദൈവ തേജസ് കൊണ്ട് നിറയപ്പെടണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നീ യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ ഹല്ലേലൂയ സന്തോഷകരമായ ഒരു ജീവിതം നമ്മുടെ യേശു തരും. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് ഹല്ലേലൂയ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-9 വായിക്കുന്നുണ്ട്. ആ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തി യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ ആ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ തുടങ്ങും. ക്രിസ്തുവാകുന്ന പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് അത് പ്രകടമാകും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. അപ്പം ദൈവിക വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇരുളുകൾ മാറിപ്പോകും. ഹല്ലേലൂയ. അവന്റെ തേജസ്സാൽ നിറയ്ക്കപ്പെടുന്നവരെയും നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് തേജസ്സാൽ നിറയപ്പെടുന്നത് വരെ രക്തം ചെയ്യും. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥനയോടെ ഇരിക്കണം. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കണം. പ്രാർത്ഥനയും ഉപവാസവും ദൈവോദര ധ്യാനവുമായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലേരിയ ലോകത്തിന് വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തെ നീ വിട്ടുകൊടുക്കരുത്. അല്ലേരിയ ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ലോകപ്രകാരം ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ലഭിച്ച സമയം എനിക്കറിയാം അല്പമേ ഉള്ളതാണ്. അല്ലേരി ആ സമയത്തിനുള്ളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ തേജസ്സാൽ നിറയപ്പെട്ട് മഹത്വത്തിന്റെ രാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് ഉള്ളിൽ വസിക്കുവാൻ ഹൃദയം തുറന്നു കൊടുത്ത് ഈ ഭൂമി ശ്രേഷ്ഠമായ സംതൃപ്തിയുള്ളൊരു ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പരിശോധനകളുണ്ട്, നോമ്പരങ്ങളുണ്ട്, വേദനകളുണ്ട്, എല്ലാം ഉണ്ട്. അല്ലേരി എന്നാലും മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സകല കഷ്ടങ്ങളും മാറും. യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം നിന്റെ ഹൃദയം തുറന്നു കൊടുക്കട്ടെ. നിന്റെ ഹൃദയത്തിനകത്ത് യേശു വസിക്കട്ടെ. ഹല്ലേലൂയ. യേശു നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ സങ്കടങ്ങൾ മുഴുവൻ മാറിപ്പോകും. ഹല്ലേലൂയ. യേശു നിന്റെ ഹൃദയത്തിൽ വസിച്ചാൽ നിന്റെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. രക്തം ചെയ്യും. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 34 സങ്കീർത്തനം 5 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി, അവങ്ങളിലേക്ക് നോക്ക്, പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ആരുടെ മുഖത്ത് നോക്കിയവർ? യേശു ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കിയവർ. അല്ലേ? അവരെല്ലാം പ്രകാശിതരായി. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയില്ല.
എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ യേശുവിന് വേണ്ടി വേർതിരിച്ചെങ്കിൽ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തെങ്കിൽ ഒരു കാലത്തും രക്ഷിക്കപ്പെട്ടു പോകത്തില്ല. ലോകം നിന്നെ തഴഞ്ഞാലും, ലോകക്കാരൻ നിന്നെ തഴഞ്ഞാലും നിന്നെ ഒരിക്കലും തഴഞ്ഞു കളയാതെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ എന്റെ യേശു നിന്നോട് കൂടെ ഉണ്ടാകും. രക്തം ചെയ്യാം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നീ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, നീ ദുഃഖിച്ചിരിക്കുന്ന സാഹചര്യങ്ങളില്, നീ നൊമ്പരപ്പെടുന്ന സാഹചര്യങ്ങളില് നീ കർത്താവിന് വേണ്ടി എന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. രക്തം ചെയ്യാം. ഈ ഭൂമി നമുക്കാകെപ്പാടെ പ്രതീക്ഷിക്കുവാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവാ. ഈ ഭൂമി നമുക്ക് കാത്തിരിക്കുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവാ. ഈ ഭൂമി നമുക്ക് ഒരുങ്ങുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതെ, കാത്തിരിക്കുന്നതും പ്രത്യാശിക്കുന്നതും ഒരുങ്ങുന്നതെല്ലാം നമ്മുടെ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയായിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനമുള്ള 90-ാം സങ്കീർത്തനമാണല്ലോ. 90-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. മാതാവേ, പ്രാർത്ഥനയിലേക്ക് വാ. സഹോദരൻ, പ്രാർത്ഥനയിലേക്ക് വാ. നിന്റെ ജീവിതം ദൈവം അനുഗ്രഹിക്കുന്നു. നിന്റെ നഷ്ടങ്ങൾ മാറ്റി, നിന്റെ സങ്കടങ്ങൾ മാറ്റി, നിന്റെ വേദനകൾ മാറ്റി. അല്ലേ, നീ കടന്നു പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ അനേക മാർഗം യേശു ക്രിസ്തുവാ. അല്ലേ, നിനക്ക് ഉയരുവാൻ അനേക മാർഗം യേശു ക്രിസ്തുവാ. യേശു പറഞ്ഞു, ഞാൻ തന്റെ വഴിയിൽ സത്യം ജീവനമാകുന്നു. അതേ വഴിയിൽ സത്യം ജീവനമാകുന്ന ഏക സത്യ ദൈവം, നിത്യ ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശുവിന്റെ നിന്റെ ഹൃദയം നീ കൊടുക്കുന്നെങ്കിൽ നിന്റെ മുഖത്ത് ആ ദൈവ പ്രസാദം വെളിപ്പെടും. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇന്നുവരെ നിങ്ങൾ കർത്താവിന്റെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ, കർത്താവിന്റെ നിങ്ങൾ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിച്ചില്ലെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാമോ, കർത്താവേ, ഞാൻ എന്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് തരികയാണ്. ഇന്നലകളിലെല്ലാം ഞാൻ എന്റെ മഹത്വം ലോകത്തിന് കൊടുത്തത് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ലോകപ്രകാരം ലോകക്കാരോടൊപ്പം ജീവിച്ചു. അതെനിക്ക് ജീവിതത്തിൽ ശാപമായി മാറി, കയ്പായി മാറി, രോഗമായി മാറി, കടക്കരിയായി മാറി. എന്നാൽ അപ്പോൾ ആ മഹത്വത്തിന്റെ രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ വസിക്കുവാൻ ഞാൻ എന്റെ ഹൃദയത്തിന്റെ വാതിൽ അങ്ങേക്ക് വേണ്ടി തുറക്കുന്നു. എന്റെ കുടുംബത്തിൽ, എന്റെ ഭാര്യയുടെ, എന്റെ ഭർത്താവിന്റെ, എന്റെ മക്കളുടെ, എന്റെ മാതാപിതാക്കളുടെ ഹൃദയവാതിൽ അങ്ങേക്ക് വേണ്ടി തുറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നത് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ, ഭാരത, ലോക രാജ്യമുള്ള 800 കോടിയിലധികം ജനത്തെ, തലമുറകളെ, എണ്ണത്തിൽപ്പെടാത്തവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാരും രാജ്ഞിമാരും, പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഗവർണറും പട്ടാള മേധാവികളും ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലായിരിക്കും ജനത്തെ ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ഭരണ സംവിധാനങ്ങളെയും അപ്പന്റെ കരകളിൽ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, ഭാവി അതിർത്തികൾ കാക്കുന്ന വീരസപ്രസ്യാർത്ഥി, ഹല്ലേലൂയ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്തുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ജുഡീഷ്യറിയുടെ എല്ലാ വിഭാഗത്തിൽ ഉള്ളവരെയും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്ര ചെയ്യും സഞ്ചരിക്കുന്നവർ, വാഹന നിർമ്മിതാക്കൾ, ഹല്ലേലൂയ, കടലിന്റെ ആഴങ്ങളിൽ ജോലിയും മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, കടലോര വാസികളെ നിങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കമ്പനികളും ഫാക്ടറികളും കരികളിലും ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെയും വഴിയോര കച്ചവടക്കാരെ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഹകരണ മേഖലയും പൊതുമേഖലയും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയില്, ഹല്ലേലൂയ, കൺസ്ട്രക്ഷൻ മേഖല, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെടുകയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കർത്താവെ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ ഏൽപ്പിക്കുന്നു. മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ചലച്ചിത്ര, മാധ്യമ, മീഡിയ നിൽക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ, പാപത്തിലും ശാപത്തിലും വീണ് നിത്യമായ നരകത്തിലേക്ക് പോകാതെ, മഹത്വത്തിന്റെ രാജാവ് വസിച്ച് ഹൃദയത്തിൽ ദൈവിക പ്രകാശം ലഭിക്കുവാൻ ഈ ജന കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടാനായി പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും
നിരാലംബത്തിന് അസമയാച ഓർഫനേജിൽ ഹോട്ടൽ ജുവൽ തടവറയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നും പാൻസാലകൾക്ക് ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ട് കിടക്കുന്നവർ, ഹല്ലേലൂയ, മാറാരോഗത്താൽ പിടിപെടുന്നവർക്ക് താഴെ ക്ഷയരോഗം, കുഷ്ഠരോഗം, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടും, സർജറിക്ക് വിധേയപ്പെട്ട് സർജറി കഴിഞ്ഞ് കിടക്കും, ജന്മനാ വൈകല്യമുള്ളവർ, അല്ലെങ്കിൽ ആക്സിഡന്റിൽ കിടക്കുന്നവർ, വാർദ്ധക്യ സകലമായ ഭാരപ്പെടുന്നവരെ ഞങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തും ജോലിക്കായി കടന്നുപോയിരിക്കും കഷ്ടം സഹിക്കുന്നവർ, വളരാനെത്തി വേദന അനുഭവിക്കുന്നവർ, സാലറി കിട്ടാത്ത അടിമകളെ പോകുമല്ലോ വിദേശത്ത് പണിയെടുക്കുന്നവർ, സൗരി സൗരന്മാർ, അല്ലെങ്കിൽ വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിലേക്ക് ഇവർ കടന്നുവിടാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങൾ കടന്നുപോയി ഭവന പണിക്കകത്ത് കണ്ണുനീരുടെ ആയിരിക്കും സഹോദരിമാരുണ്ട്. അവരെയൊക്കെ അല്ലെ കർത്താവ് പിടിവിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ദേശത്തും വിദേശം കടന്നുപോയി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആമയൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ഭാരതത്തിലും ദേശരാജ്യങ്ങളും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ കർത്തഭൃത്യന്മാരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യാത്ര ചെയ്യുന്നവരെ ആമി കർത്താവിൽ ശുശ്രൂഷിക്കുന്നവരെ എല്ലാ ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തണം. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ പേരിൽ ഇരിക്കുമാറാകട്ടെ എന്നുള്ള പ്രത്യാശയുടെ ജനം കടന്നു വന്ന് ആത്മാവിൽ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടു പോകുവാൻ ഇന്ന് പകലത്തെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണമേ. സകല മഹത്വം എടുക്കുന്ന യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.